ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ആക്രിലിക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഞാനിവിടെ ദുബായിൽ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. നാട്ടിൽ വെച്ച് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ 4000 5000 എന്നൊക്കെ റേറ്റ് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കിനും ഭയങ്കര കോസ്റ്റാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും 200 dirhams 300 dirhams എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറിയ എമൗണ്ടായിട്ട് തോന്നിപ്പോയി, അതിൻ്റെ ഒരു പേരിൽ പോയി ചെയ്തതായിരുന്നു. ബട്ട് എക്സ്പീരിയൻസ് വാസ് വെരി ഗുഡ്. കാരണം ഡ്രൈ മാനിക്യൂറാണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചെയ്യുന്നത്. നമ്മുടെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് ഇതിനകത്ത് കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ എന്താ പറയുക നെയിൽസൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് എന്താണ്ടൊക്കെ ചെയ്തവർ, എനിക്കറിയത്തില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു 2-3 മാസമൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. കാരണം അത്ര കട്ടിക്കാണ് ഇവരിത് ചെയ്യുന്നത്. ഈ ജെല്ലിൻ്റെ നമ്മൾ നോർമൽ ഫേക്ക് നെയിൽസ് വെച്ചിട്ട് ചെയ്യുന്നതല്ല, ഇത് ഒരു ജെല്ലാണിത്. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ആഫ്റ്റർ 1 month വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കൂടുതൽ നെയിൽ ആർട്സ് സാധനങ്ങളൊക്കെ ഇതിനാണ് ചെയ്യുന്നത്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കൂടുതൽ സിനി ഫീൽഡിലൊക്കെ ഉള്ളവരൊക്കെ ഈ ഒരു സാധനമാണ് ചെയ്യുന്നത്. കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നെയിൽസ് ക്ലീൻ ചെയ്ത് അതിൽ മുകളിൽ ബേസ് കോട്ട് അടിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ എന്താണ്ടൊക്കെ അടിച്ച് എന്താണ്ടൊക്കെ പരിപാടികളുണ്ട്. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് ടേപ്പ് പോലത്തെ ഒരു സാധനമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ജെൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര ലെങ്ത്തിലാണ് പിന്നെ വേണ്ടുന്നത്, ഏത് ഷേപ്പിലാണ് വേണ്ടുന്നത് എന്നുള്ള രീതിക്ക് അവർ അതിനെ ഫസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് ഇതാണ് സാധനം. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള പരിപാടികളാണ്. എനിക്ക് എന്തായിരുന്നാലും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ഒരു എമൗണ്ട് മുടക്കുന്നുണ്ടെങ്കിലും അതിന് വർത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. കണ്ടോ, ഒരു ജെല്ല് പോലത്തെ ഒരു സാധനമാണ്. അതിലേക്ക് ഒരു ഗമ്മ് പോലെയൊക്കെ ഇരിക്കും. അതെടുത്തിങ്ങനെ ഈ പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ നെയിൽസിനോട് ചേർത്ത് തന്നെ അത് അപ്ലൈ ചെയ്തിട്ട് അവരിങ്ങനെ ലെങ്ത്ത് മെഷർ ആയിട്ട് ഇത്ര ലെങ്ത്തിലാണ് വേണ്ടതെന്നുള്ള രീതിക്ക് അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആ സുനയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. എപ്പോഴും ഹീറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഇത് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ആ സുനയ്ക്കകത്ത് കയറ്റി വെക്കും. എന്നിട്ട് പിന്നെ ചെയ്ത് വരും കേട്ടോ. അതെല്ലാം അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റായതിനു ശേഷം അത് വീണ്ടും ഒന്ന് ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കളറൊക്കെ അടിച്ച് അടിപൊളിയാക്കി തരും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിതിൽ പോലെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും എന്നോടൊന്ന് ഷെയർ ചെയ്യാം. വേറെ എന്താ, അടുത്ത വെറപ്പിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ ഞാൻ അടിച്ച കളർ ഏതായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കണ്ട് ആരും എന്താ പറയുക വിസ്മയപ്പെടരുത്. അത്ര നല്ല കളറാണ് ഞാൻ അടിച്ചത്. എനിക്ക് പൊതുവേ കുറച്ച് ക്രാക്കത്തരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്യാദി സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാറുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിരിക്കണം, എപ്പോഴും യുണീക്ക് ആയിരിക്കണം. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നൊരു കാര്യം എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ടിഫയബിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ കളറാണ്. ഈ കളറിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് ഞാൻ ഇതിലൊരു ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് വരുമ്പോൾ മനസ്സിലാവും. ആൻഡ് ദെൻ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഞാനായിട്ട് പറയാതിരുന്ന് അതിനെ മുഷിപ്പിക്കുന്നില്ല. അപ്പം ലൈക്ക് ഷെയർ സപ്പോർട്ടും ഒക്കെ ചെയ്തോളൂ, കമൻസൊക്കെ ഇട്ടോളൂ. വരും ദിവസങ്ങളിൽ വീണ്ടും ഞാൻ ആക്റ്റീവായി തുടങ്ങുന്നതാണ് എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വീണ്ടും സന്ധിക്ക് വരയ്ക്കും. മാലി വണക്കം, തടാപതി, ഗൈസ്, ലവ് യു.